അതിതീവ്ര വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട കോട്ടയം ആർപ്പൂക്കര കരിപ്പയിൽ വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെത്തിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ വയോധികരെയാണ് രക്ഷാപ്രവർത്തനം നടത്തി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അതിതീവ്ര വെള്ളപ്പൊക്കമുള്ള ആർപ്പൂക്കര കരിപ്പ ഭാഗത്ത് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ വയോധികരായിട്ടുള്ള ആളുകൾ ഈ വെള്ളം കയറി വീടുകളിൽ വെള്ളം കയറി വഴികളിലെല്ലാം വെള്ളം കയറി വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു. പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി രക്ഷാപ്രവർത്തനം നടത്തി അവരെ വീടുകളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകൾ മിക്കവയും വെള്ളത്തിൽ മുങ്ങി, വീടുകൾ ഭാഗികമായും മുഴുവനായും മുങ്ങിയ സ്ഥിതിയിലാണ്. ടെറസിന് മുകളിലുമൊക്കെ കയറിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ജനങ്ങൾ അഭയം പ്രാപിച്ചത്. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രദേശത്തെ ആളുകൾ മറ്റിടങ്ങളിലേക്ക് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും ഒപ്പം ബന്ധു വീടുകളിലേക്കുമൊക്കെ ഒഴിഞ്ഞു പോവുകയായിരുന്നു. സ്വമേധയാ ഇവിടം വിട്ട് പോവുകയാണ് ആളുകൾ. 2018 പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വയോധികരായ ആളുകളും രോഗികളും മറ്റും വീടിനുള്ളിൽ ഈ വെള്ളം കയറി ഈ വഴികളും മറ്റും വെള്ളം നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വീടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനപ്രതിനിധികളും മറ്റും എത്തി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഏതെങ്കിലും വീടുകളിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുകയും പിന്നീട് ഇങ്ങനെയുള്ള ആളുകളെ മാറ്റുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് സുരക്ഷിത മേഖലകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും വയോധികരായിട്ടുള്ള ഒരു ആളെ മറ്റിടത്തിലേക്ക് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് മാറ്റുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഈ കരിപ്പ മേഖലയിൽ, കരിപ്പയിലാണ് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉള്ളത്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യ സാധനങ്ങളും മറ്റുമായി ആളുകൾ ഇതിനോടകം തന്നെ ഈ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ ആളുകളില്ല. ഇനി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വീടിന് ടെറസിന് മുകളിലും മറ്റുമായി സുരക്ഷിത മേഖലകളിലാണ് ആളുകൾ തമ്പടിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം വീടുകളിലും ആളുകളില്ല. ഇങ്ങനെ പരമാവധി ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ദൗത്യമായി ഉള്ളത്. കോട്ടയം ജില്ലയിൽ 2 ഇടങ്ങളിലാണ് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. അത് ഈ കരിപ്പ ഭാഗത്തും ആർപ്പൂക്കരയിലെ കരിപ്പ ഭാഗത്തും ഒപ്പം കുമരകം ഇല്ലിക്കൽ ഭാഗത്തുമാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം അതിരൂക്ഷമായി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഉള്ളത്. അവിടെ നിന്നും ആളുകളെ പരമാവധി വേഗത്തിൽ തന്നെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. റെസ്ക്യൂ വളരെ വേഗത്തിൽ സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ വെള്ളം കൂടുന്നതിനുള്ള സാധ്യത കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിൽ വെള്ളം ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന വെള്ളം എത്തുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ വെള്ളം ഈ ഭാഗത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ കുടുങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ, വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വയോധികരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ വേഗത്തിൽ മാറ്റുന്നതിനുള്ള നടപടികളുമായി ജനപ്രതിനിധികളും ഇവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ വേഗത്തിലുള്ള നടപടികളാണ് പൂർത്തിയായി. രക്ഷാപ്രവർത്തനമാണ്, ദൗത്യമാണ് ഇപ്പോൾ ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്ക സാധ്യതാ മേഖല പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി ആളുകൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകൾ. ഇനി ആരെങ്കിലും ഉണ്ടോ, കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇല്ല, ഒരാളോടെ ഉണ്ടായിരുന്ന ഒരാൾ പോയി. ഇനി അപ്പോൾ ഈ വാർഡിൻ്റെ അപ്പുറത്തെ വാർഡിൽ ഒരു പ്രായമായ സ്ത്രീയുണ്ട്. അവരെയും കൂടെ ഉടനെ തന്നെ എടുത്തു. ഇതുണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ വെള്ളമുണ്ടോ? രക്ഷാപ്രവർത്തനം ഇതുണ്ട്. ഈ അരയറ്റം വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് എടുത്തൊരു ചെറിയ ഇടവഴിയാണ്. അപ്പോൾ അതിൽ ഇവർ തോളയിലെടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞതിന് അപകടകരമായ അവസ്ഥയായി. ഒരാളുടെ ഉള്ളൂ. ഇനി അവിടെ 2-3 വീടുകളിൽ ആളുകളുണ്ട്. അവരോട് നിർബന്ധമായിട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെ ഒരാളോടെ പോന്നു. ഇനി അപ്പുറത്ത് മറ്റൊരു വീടുണ്ട്. അവിടെ റെസ്ക്യൂ നടത്തുന്ന സാഹചര്യം ഇല്ല. ഇനി ഇവർ അവിടെയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ അവർ അതുകൂടെ വന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി ആളുകളെ, അടിയന്തര സാഹചര്യം ഇല്ലെങ്കിൽ പോലും പരമാവധി ആളുകളെ മാറ്റുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളിൽ ഇനി ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വീടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഇത്തരത്തിൽ തന്നെ റെസ്ക്യൂ ചെയ്ത് മാറ്റുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്ന കാര്യം. ക്യാമറമാൻ ഹരികൃഷ്ണൻ കരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.